4 മാസമായിട്ട് ഞാൻ ഈ S Pen കേസ് യൂസ് ചെയ്യുവാണ് എൻ്റെ ഫോൾഡ് 6ൻ്റെ മേളിൽ. സോ ഈ വീഡിയോ ഒരു റിയൽ ലൈഫ് റിവ്യൂ ആണ്. നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കും 4 മാസത്തിൽ എന്തായിരുന്നു എക്സ്പീരിയൻസ്, പിന്നെ ഇതുകൊണ്ട് നമ്മൾക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കേസ്. എന്നാൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കേസിനെ തന്നെ നോക്കാം. സോ ഈ കേസ് കംപ്ലീറ്റ്ലി നമ്മളെ ഫോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു നമ്മൾ ഫോൺ തുറക്കുമ്പം ഇത് കംപ്ലീറ്റ്ലി എല്ലാ സൈഡിൽ നിന്ന് നമ്മളുടെ ഫോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാണ്. പക്ഷേ ക്ലോസ് ചെയ്യുമ്പം നമ്മളുടെ ഹിഞ്ച് പോർഷൻ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യില്ല. പക്ഷേ ബാക്കി എല്ലാ 3 സൈഡ്സ് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും. കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആണ്. ഇതിൻ്റെ ഫിറ്റിംഗ് ഒത്തിരി നല്ലതാണ്. പ്ലാസ്റ്റിക് ആണ്, പക്ഷേ നല്ല പ്ലാസ്റ്റിക് ആണ്. സാംസങ്ങിൻ്റെ ഒറിജിനൽ കേസാണ്. സോ ഇത് ഇങ്ങനെ ഫിറ്റ് ചെയ്യുമ്പം ഈ ബോഡിയുടെ എല്ലാ സൈഡ്, ഇവിടെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ അതിലൊരു നോച്ചുണ്ട്, ചെറിയ നോച്ചുണ്ട്. അത് കാരണം ഇത് നല്ലപോലെ കംപ്ലീറ്റ്ലി ഇവിടെ പിടിച്ചിരിക്കും. ബാക്കി പഴയ കവേഴ്സിലൊക്കെ ഡബിൾ സൈഡ് സ്റ്റിക്കർ എല്ലാ സ്ഥലത്തുണ്ടായിരുന്നു. എനിക്ക് അത് ഈ പുറകത്തെ കേസിൽ ഇടേണ്ട ആവശ്യം വന്നില്ല. സോ പ്ലസ് ഈ ക്യാമറ ബമ്പിൻ്റെ അവിടെ ഇതിങ്ങനെ ക്യാമറേനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, ഈ കേസ് തന്നെ ക്യാമറനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അത് കാരണം ഈ കേസ് ക്യാമറ ബമ്പിൽ തന്നെ പിടിച്ച് ഇങ്ങനെ നിൽക്കും. നമ്മളിങ്ങനെ പുഷ് ചെയ്താലും ആ ക്യാമറ ബമ്പ് അതിനെ അങ്ങനെ വെളിയിലോട്ട് വരാൻ സമ്മതിക്കില്ല. സോ ഇതിൻ്റെ ഫിറ്റിംഗ് ഒത്തിരി നല്ലതാണ്. പുറകെ മുമ്പിൽ കുറച്ച് പ്രോബ്ലം ഉണ്ട്. മുമ്പിൽ ഇങ്ങനെ ഇവിടെ പിടിച്ച് നിൽക്കും, പക്ഷേ ഈ സൈഡ്, ഇവിടുത്തെ സൈഡ്, ഇവിടെ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ അവർ ഇട്ടിട്ടുണ്ട്. അത് ഇട്ട് കഴിഞ്ഞിട്ടും ഇത് ഇങ്ങനെ നിങ്ങൾക്ക് കാണാം, എല്ലാ സമയം ഇത് ഊരിപ്പോവും. ആ സ്റ്റിക്കർ അവിടെ ഇരിക്കില്ല, എല്ലാ സമയം ഇത് വെളി വരും. സോ ഇതൊരു പഴയ പ്രോബ്ലമാണ്. ഒത്തിരി ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ പ്രോബ്ലം വരും. 4 മാസം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു മാസം ഇത് ഇരുന്നു, അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ മൂവ് ആവാൻ തുടങ്ങി. സോ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വേറെ കാര്യം എനിക്ക് ഇഷ്ടപ്പെടാത്തത്, ഈ കോർണേഴ്സ് ഇവിടെ ഇപ്പം റേസ്ഡ് ആണ്. ഇത്ര റേസ്ഡ് ഒരു ലിപ്പുണ്ട്. ആ റേസ്ഡ് ലിപ്പിൻ്റെ കാരണം ഇത് നമ്മൾ എവിടെയും ഇങ്ങനെ വെച്ചാൽ, ഫേസ് ഡൗൺ വെച്ചാൽ ഇത് സ്ക്രീനിനെ ടച്ച് ചെയ്യില്ല, സ്ക്രീനിനെ ടച്ച് ആവാൻ സമ്മതിക്കുകയില്ല ഗ്രൗണ്ടിൽ. സോ പ്രൊട്ടക്ഷൻ നല്ലതാണ്. പക്ഷേ ഈ റേസ്ഡ് ലിപ്പിൻ്റെ കാരണം എനിക്ക് കോർണറിന് സ്വൈപ്പ് ചെയ്യുമ്പം ആ സ്വൈപ്പ് ജെസ്ചർ എല്ലാ സമയം രജിസ്റ്റർ ആവില്ല. സ്പെഷ്യലി ഞാൻ ബൈക്ക് ഓടിക്കുമ്പം ഗ്ലവ്സ് ഇട്ടിട്ട് ഞാൻ ചെയ്യാൻ നോക്കുമ്പം ഇത് എനിക്ക് റീച്ച് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ അത് എനിക്ക് വേണ്ടിയിട്ട് ഒരു വലിയ പ്രോബ്ലം ആയിരുന്നു. സോ ചില സമയം ബൈക്ക് ഓടിക്കുമ്പോൾ എനിക്ക് ഗ്ലവ്സ് ഊരിയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. എൻ്റെ ഗ്ലവ്സ് ഫോൺ കമ്പാറ്റബിൾ ആണ്, ഈ 2 ഫിംഗർ. എന്നാലും എനിക്ക് സൈഡ് ജെസ്ചർ ചെയ്യാൻ പറ്റില്ല, ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നു. സൈഡിൻ്റെ പ്രോബ്ലം വന്നായിരുന്നു. ഇപ്പം ഈ കേസ് വാങ്ങിക്കുമ്പം ഇതിൻ്റെ USP ആണ് ഇതിൻ്റെ ഈ പെൻ. ഈ പെന്നെ നല്ലപോലെ അവർ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ബോഡീനെ കണ്ടാൽ നല്ലപോലെ ചെറിയൊരു കർവ് ഉണ്ട് അവിടെ. പിന്നെ ഈ പെന്നിൻ്റെ അകത്താണ് ഈ നോച്ച് ഇങ്ങനെ താഴോട്ട് പ്രസ് ചെയ്താൽ ഇങ്ങനെ പെൻ വെളി വരും. പിന്നെ നമ്മൾക്ക് ചുമ്മാ ഇങ്ങനെ വെളിയിലെടുക്കാം. പിന്നെ ഇത് തിരിച്ചിടാനും ഈസിയാണ്. ചുമ്മാ ഇങ്ങനെ താഴോട്ട് ഇവിടെ ഇങ്ങനെ വെച്ചാൽ മതി. പിന്നെ ഇവിടുന്ന് പ്രസ് ചെയ്താൽ ഇത് ലോക്കായി പ്ലേസിൽ. സോ ഇതിൻ്റെ മെക്കാനിസം ഒത്തിരി നല്ലതാണ്. 4 മാസമായിട്ടും ഇതിൻ്റെ മെക്കാനിസമിൽ ഒരു പ്രോബ്ലം വന്നില്ല. സോ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കിയാൽ എക്സലൻ്റ് ആണ്. ഈ എൻറ്റയർ കേസ് ബോഡി കളർ തന്നെയാണ്, ഫുൾ ബോഡിയിൽ. ഇതിൻ്റെ അകത്ത് വേറെ കളർ ഇല്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം ചില സമയം ബ്ലാക്ക് കളർ ബോഡിയിൽ ബ്ലൂ കളർ അവർ അടിച്ചു തരും. കുറച്ച് ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ബ്ലൂ കളർ മാറും, പിന്നെ അകത്തുനിന്ന് ബ്ലാക്ക് കളർ കാണാൻ തുടങ്ങും. ഇവിടെ അങ്ങനെയല്ല, ഇത് ബോഡി തന്നെ ബ്ലൂ ആണ്. ഇത് ബ്രേക്ക് ആയാലും അകത്ത് ബ്ലൂ ആണ്. സോ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി എല്ലാ ലോക്കൽ കേസ് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയൊക്കെ കേസ് എടുക്കുമ്പം വേറെ വെളിയിലത്തെ കളർ കുറച്ച് യൂസ് ചെയ്യുമ്പം കോർണറിനൊക്കെ കളർ പോവും, പിന്നെ അകത്തെ കളർ കാണാൻ തുടങ്ങും. ഇത് വേഗം ഓൾഡ് ആവില്ല. പക്ഷേ ഒരു പ്രോബ്ലം, നിങ്ങളുടെ അടുത്ത് മാഗ് സേഫ്
കാർ മൗണ്ട് അല്ലെങ്കിൽ മാഗ് സേഫ് അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ മാഗ് സേഫ് റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് അതിന് കമ്പാറ്റബിൾ അല്ല. കാരണം ഈ പെൻ്റെ കാരണം നമ്മൾക്ക് ഇവിടെ മാഗ് സേഫ് ഇടാൻ പറ്റില്ല. അത് കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു ചെറിയ ഹോൾഡർ ഇട്ടിട്ടുണ്ട് ഫോൺ പിടിക്കാനായിട്ട്. സ്പെഷ്യലി ഈ ഫോൺ പിടിച്ചിട്ട് നടക്കുമ്പം കുറച്ചൊക്കെ പ്രോബ്ലം വരും. ഇത് ക്ലോസ്ഡ് ആണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല, ഇങ്ങനെ ഈസിലി നമ്മൾക്ക് പിടിക്കാം. പക്ഷെ ഓപ്പൺ ആകുമ്പം ഇങ്ങനത്തെ നമ്മളുടെ അടുത്ത് ഹോൾഡർ ഇല്ലെങ്കിൽ ഇത് വീണു പോകും. കാരണം ഇതിൻ്റെ വെയിറ്റ് കൂടുതലായിരിക്കും ഇപ്പുറത്ത്. സോ അത് എനിക്ക് വേണ്ടി ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ഞാൻ എൻ്റെ റോഡ് ട്രിപ്പിൽ പോയപ്പം മാഗ് സേഫ് അറ്റാച്ച്മെൻറ്റ് ഇട്ടായിരുന്നു കാറിൽ. അത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല ഇതിൻ്റെ കൂടെ. സോ ഇങ്ങനത്തെ അറ്റാച്ച്മെൻറ്റ് ഇടാം, പോപ്പ് സോക്കറ്റ് ഇടാം, അങ്ങനത്തെ ഒക്കെ ചെറിയ അറ്റാച്ച്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ബാക്കി എല്ലാം ഇടാൻ പറ്റില്ല. എൻ്റെ അടുത്ത് വേറെ ഇങ്ങനെ ഫോൾഡബിൾ ഇങ്ങനെ വലിയ ആവുന്നത്, സ്റ്റാൻഡ് കൺവേർട്ട് ആവുന്നത് അങ്ങനത്തെയും ഉണ്ട്. അതും എനിക്ക് ഇതിൽ ഇടാൻ പറ്റിയില്ല, കാരണം അതിന് ടേൺ ആവാനായിട്ട് ഇവിടെ സ്ഥലമില്ല. സോ അത് ഓർമ്മ വയ്ക്കണം. നിങ്ങൾക്ക് മാഗ് സേഫ് വേണമെങ്കിൽ ഈ കേസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് ഇതിൻ്റെ ഇഷ്ടപ്പെട്ടത്, ഈ കവറുടെ കാരണം ഇപ്പം എനിക്ക് ഫോൺ പിടിക്കാനായിട്ട് പ്രോബ്ലം ഇല്ല. സോ ആദ്യം ഞാൻ ഇത് വാങ്ങിച്ചപ്പം ഇതിൻ്റെ ഈ കോർണർ ഇങ്ങനെ പിടിക്കുമ്പം നല്ലപോലെ അത് ഹേർട്ടാവും. അത് ഇതിൻ്റെ കോർണർ ഒത്തിരി ഷാർപ്പാണ്. സോ ഈ കേസ് ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ആ കോർണർ സോഫ്റ്റായി, ഇവിടുന്നും സോഫ്റ്റായി, ഇവിടുന്നും സോഫ്റ്റായി. അത് കാരണം ഇപ്പം എനിക്ക് ഇത് പിടിക്കാൻ പ്രോബ്ലം ഇല്ല. പിന്നെ ഇത് എൻ്റെ ഇപ്പം ജീൻസിൻ്റെ ഞാനിത് ജീൻസിൻ്റെ പോക്കറ്റിൽ ഇടുമ്പം ഈ താഴത്തെ സ്ഥലം ഇവിടെ എൻ്റെ ജീൻസിൽ അവിടെ ഒരു ഹോൾ ഉണ്ടാക്കാൻ തുടങ്ങിയായിരുന്നു. ആ ഹോളൊക്കെ ഇപ്പം ആവുന്നില്ല. സോ ഇപ്പം ഈ ഫോണിനെ പിടിക്കാൻ നല്ലതാണ്. എനിക്കിതിൻ്റെ ഈ സ്ക്വയർ ഡിസൈൻ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഈ സ്ക്വയർ ഡിസൈനിൻ്റെ കൂടെ അവർ സൈഡ് കുറച്ച് റൗണ്ടഡ് ആയെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ അങ്ങനത്തെ അവർ ഫോൺ ഉണ്ടാക്കിയില്ല. ഫോൺ സ്ക്വയർഡ് കോർണേഴ്സ് അവരുണ്ടാക്കി. പക്ഷേ ഇവിടെ ഇതിൻ്റെ കാരണം ഇപ്പം ആ കോർണേഴ്സ് കവേർഡ് ആണ്, എനിക്ക് പിടിക്കാൻ ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ ലാസ്റ്റ് തിങ് എനിക്ക് ഇതിൽ ഇഷ്ടപ്പെടാത്തതായിരുന്നു ഇതിൻ്റെ കളർ കോംബോ. സോ ഇത് കംപ്ലീറ്റ്ലി ബ്ലൂ ആണ്. എൻ്റെ ബ്ലൂ ഫോണാണ്, ഞാൻ ബ്ലൂ കേസ് വാങ്ങിച്ചു. പക്ഷേ അതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയ പെൻ, ഇതിൻ്റെ കളർ നിങ്ങൾക്ക് കാണാം, ഇത് പീച്ച് കളർ പെന്നാണ്. സോ ഇത് സ്റ്റിൽ സോബറാണ്. ബാക്കി നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻ നോക്കിയാൽ അവർ ഒത്തിരി ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻ്റെ കൂടെ വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ ഫോണിൻ്റെ കളർ, കേസിൻ്റെ കളർ, പെൻ്റെ കളർ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, സോ ബേസിക്കലി ഈ കേസ് നമ്മൾ വാങ്ങിക്കുന്നത് ഈ എസ് പെന്നിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾക്ക് വേണമെങ്കിൽ എസ് പെൻ വേറെ വാങ്ങിക്കാം. സോ ഈ പെൻ ഇങ്ങനെ കിട്ടാറില്ല, അത്ര ഈസിലി നിങ്ങൾക്ക് കിട്ടാൻ പോവില്ല. പക്ഷേ നിങ്ങൾക്ക് വേറെ 2 പെൻ കിട്ടും. ഇതാണ് ഫോൾഡ് 3ൻ്റെ കൂടെ ഞാൻ വാങ്ങിച്ച പെൻ. ഇത് ഇപ്പോഴും അവൈലബിൾ ആണ്. ഇതാണ് എസ് പെൻ പ്രോ. എസ് പെൻ പ്രോ നമ്മളുടെ എല്ലാ പെൻ കമ്പാറ്റബിൾ ഡിവൈസിൽ ഓടുന്നുണ്ട്. സോ ഞാൻ ഇതിലൊരു ഇവിടെ ബട്ടൺ ഉണ്ട്, ഇത് ഒരു സ്വിച്ച് ഉണ്ട്. സ്വിച്ച് മേളിലോട്ട് ചെയ്താൽ ഇത് ഫോൾഡ് ഫോൺസിൽ യൂസ് ചെയ്യാം. താഴോട്ട് ചെയ്താൽ ബാക്കിയെല്ലാം അൾട്ര, നമ്മളുടെ ടാബ്സ്, അങ്ങനത്തെ ബാക്കി എല്ലാ ഫോൺസിൽ നമ്മൾക്ക് ഇത് യൂസ് ചെയ്യാം. സോ ഞാൻ ഇത് ഓൾറെഡി പർച്ചേസ് ചെയ്തായിരുന്നു, അത് കാരണം എൻ്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷേ ഇത് എനിക്ക് ഒത്തിരി നേരം എൻ്റെ ടാബിൽ അല്ലെങ്കിൽ ഫോണിൽ വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് ഈ സൈസാണ് ഇഷ്ടം. ഇത് ഒരു പ്രോപ്പർ പെൻ്റെ സൈസാണ്. ഇതല്ലെങ്കിൽ എനിക്ക് ഇതും യൂസ് ചെയ്യാം. ഇത് പെൻ്റെ കാലം കുറച്ച് തിന്നറാണ്, പിന്നെ ചെറുതാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾക്ക് ഒരു പെൻ്റെ ഫീൽ കിട്ടും. ഇത് പെൻ്റെ ഫീൽ അത്ര നമ്മൾക്ക് തരില്ല. ഇത് ഒത്തിരി തിന്നാണ്. നമ്മളിത് പിടിക്കുമ്പം ആ പെൻ്റെ ഫീൽ നമ്മൾക്ക് കിട്ടില്ല. സോ ഇപ്പം നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് കേസ് വേണം വിത്ത് എസ് പെൻ ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനെ വേറെ സെപ്പറേറ്റ് എടുത്ത് നടക്കണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. കേസിൻ്റെ കൂടെ 8000-ന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ചുമ്മാ പഴയ എസ് പെൻ വാങ്ങിക്കണമെങ്കിൽ ഫോൾഡിന് വേണ്ടിയിട്ട് ഒരു 2000-3000-ൻ്റെ അകം ഇത് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് ഒത്തിരി കിട്ടുന്നുണ്ട്. സോ ഇത് ചീപ്പാണ്. ഇതൊരു 5000 ആയിരുന്നു പുതിയത്. പക്ഷേ ഇപ്പം നമ്മൾക്ക് ഒരു 2000 to 3000-ൻ്റെ അകം സെക്കൻഡ് ഹാൻഡ് ഈസിലി കിട്ടും. ഇത് ഒരു 10,000-ൻ്റെ ആണ്.
പക്ഷേ ഇത് വാങ്ങിച്ചാൽ നമ്മൾക്ക് വീട്ടിലിരുന്ന് നമ്മൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡിവൈസസിൽ യൂസ് ചെയ്യണമെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. ഇപ്പം നിങ്ങൾക്ക് സ്വയം ഡിസൈഡ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കേസ് നല്ലതാണോ അല്ലയോ എന്ന്. അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.